ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി രാജ്മ കറിയുടെ റെസിപ്പിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ രാജ്മ കറിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു റൈസും കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരു സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ജീര റൈസും കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. രണ്ട് നല്ല കോംബോയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ കുറേ ഇതിൻ്റെ രാജ്മ കറിയുടെ റെസിപ്പികളൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം നല്ല വ്യത്യസ്തമായിട്ട് ഈ രാജ്മ കറിയിൽ നമ്മൾ ഉള്ളിയോ സവാളയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് രാജ്മ കറിയും റൈസും ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് രാജ്മയാണ് എടുത്തിരിക്കുന്നത്. രാജ്മ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. കുതിർത്ത് വെച്ചിരിക്കുന്ന രാജ്മ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ പ്രഷർ കുക്കറിലാണ്. അപ്പം ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി കുക്കർ മൂടി 6 അല്ലെങ്കിൽ 7 വിസിൽ വരുന്നവരെ രാജ്മ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി കറിക്കായിട്ട് വേണ്ടത് 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. കട്ട് ചെയ്തെടുത്ത തക്കാളി നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി കറിക്കായിട്ട് വേണ്ടത് 4 പച്ചമുളകും 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയുമാണ്. ഇതൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ്. കറിക്കായിട്ടൊരു മസാലപ്പൊടി ഉണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. 1/2 ടീസ്പൂൺ കുരുമുളക്, 3/4 ടേബിൾ സ്പൂൺ മല്ലി, 3 ഏലക്ക, 4 ഗ്രാമ്പ്, 2 ചെറിയ കഷ്ണം പട്ട. പച്ചമുളകും ഇഞ്ചിയും കൂടെ ഈ കാണുന്നത് പോലെ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. തക്കാളി നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മസാലകളെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുരുമുളക്, മല്ലി, ഏലക്ക, പട്ട, ഗ്രാമ്പും ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വറുത്തെടുക്കണം. 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വറുത്തെടുക്കണം. ഇപ്പോൾ മസാലയെല്ലാം മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മസാലകളെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി തുറന്ന് രാജ്മ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. രാജ്മ നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രാജ്മയിൽ നിന്ന് 1/2 കപ്പ് രാജ്മ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ രാജ്മ നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം കറിയിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കറിക്ക് നല്ലൊരു കുറുകലും നല്ലൊരു ടേസ്റ്റും കിട്ടും. കറി ഉണ്ടാക്കാനായിട്ടൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഓയിൽ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കണം. ജീരകം നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കാം. പച്ചമുളകും ഇഞ്ചിയെല്ലാം നല്ലപോലെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി ചേർത്ത് കുറച്ച് സമയമെടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഒരു 15 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി ടൊമാറ്റോ എല്ലാം നന്നായിട്ട് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വരണം. ടൊമാറ്റോ നല്ലതുപോലെ കുക്കായി നല്ല തിക്കായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വരുമ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും എടുക്കും. ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. ഇടയ്ക്ക് പാൻ്റെ മൂടി മാറ്റി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയമെടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് നല്ലപോലെ തിക്കാക്കി എടുക്കണം. എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ടൊമാറ്റോ ചേർത്ത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ടൊമാറ്റോ ഒക്കെ ഒന്ന് കുറുക്കി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കറിക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് വീണ്ടും 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം. മുളക് പൊടി ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. മസാല ചേർത്തൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം നല്ലപോലെ വഴറ്റി കൊടുക്കണം. മസാലയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരണം. ഇനി മസാലയിലേക്ക് പാകത്തിലുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ രാജ്മ കുക്ക് ചെയ്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മസാലയുടെ പച്ചമണമെല്ലാം മാറി മസാല നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രാജ്മ
ചേർത്ത് കൊടുക്കണം. രാജ്മ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന രാജ്മ സ്പൂൺ കൊണ്ടൊന്ന് നല്ലതുപോലെ ഉടച്ചതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. രാജ്മ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കറി ഇപ്പോൾ നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. കറി ഒന്ന് കുറുകി വരണം. മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് മൂടി മാറ്റിയതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കറി പാകത്തിന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ കറി കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും നല്ലപോലെ കുറുകി വരും. കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അവസാനം കറിയുടെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നെയ്യ് ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. രുചികരമായ രാജ്മ കറി പാകമായിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഈ കറി നമുക്ക് ചപ്പാത്തി, നാൻ, പൊറോട്ട, ഗീ റൈസ്, ജീര റൈസ് ഇവയുടെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഞാൻ ഈ രാജ്മ കറിയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ജീര റൈസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എളുപ്പത്തിൽ ജീര റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. റൈസ് നേരത്തെ കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ജീര റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കണം. ജീരകം നല്ലതുപോലെ പൊട്ടി വരുമ്പോഴേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കണം. ജീരകവും കുരുമുളകും ചേർത്ത് 2 മിനിറ്റ് നല്ലൊരു വഴറ്റി കൊടുക്കാം. ജീരകവും കുരുമുളകും പൊട്ടി വരുമ്പോഴേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് 2 മിനിറ്റ് നല്ലൊരു വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ബസ്മതി അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ഇട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുത്തതാണിത്. ഇനി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ജീര റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഷോർട്സും ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരെല്ലാം ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. റൈസ് ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കണം. 2-3 മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ജീര റൈസും രാജ്മ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്